കേരളത്തിൽ സ്ഥലം വാങ്ങിച്ച് വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ 5 കാര്യങ്ങൾ കൺസിഡർ ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും സ്ഥലം വാങ്ങുക. ഫസ്റ്റ് പ്രയോറിറ്റി ലൊക്കേഷൻ കൊടുക്കണം. ചുറ്റുപാടുള്ള വീടുകളും കാര്യങ്ങളും സാഹചര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ കൺസിഡർ ചെയ്യണം. രണ്ടാമതായി കൺസിഡർ ചെയ്യേണ്ടത് അതിന്റെ പ്ലോട്ടിന്റെ ലെവല് കാര്യങ്ങളാണ്. നമ്മൾ ചരിഞ്ഞ പ്ലോട്ടുകളാണെങ്കിൽ വീട് പണിക്ക് എപ്പോഴും ബുദ്ധിമുട്ട് നേരിടാൻ സാധ്യതയുണ്ട്. നമുക്ക് കോസ്റ്റും അഡീഷണൽ വരാൻ സാധ്യതയുണ്ട്. കൂടാതെ അതിന്റെ ഷേപ്പ്, നമുക്കൊരു റെക്ടാംഗുലർ ഷേപ്പ് അല്ലെങ്കിൽ അധികം ചരിവുകളില്ലാത്ത ഷേപ്പായിരിക്കും കൂടുതൽ ബെറ്റർ. ട്രയാങ്കിൾ ഷേപ്പോ അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പുകളാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലം വേസ്റ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അതിന്റെ സോയിൽ കണ്ടീഷൻ എപ്പോഴും കൺസിഡർ ചെയ്യണം. പലപ്പോഴും നമ്മൾ അത് കൺസിഡർ ചെയ്യാതെ വില കുറഞ്ഞ പ്ലോട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ പറ്റുന്ന ചതപ്പ് നിലോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സോയിൽ അല്ലെങ്കിൽ പൈലിംഗിലേക്കോ അല്ലെങ്കിൽ കോസ്റ്റ് കൂടിയ ഫൗണ്ടേഷൻ മെത്തേഡിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന കോസ്റ്റ് കൂടാനാണ് സാധ്യത. സ്ഥലം വാങ്ങിയപ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം ഇവിടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അടുത്തതായി കൺസിഡർ ചെയ്യുന്നത് അതിന്റെ ആക്സസ് ആണ്. നമ്മുടെ റോഡിന്റെ വിഡ്ത്ത് കാര്യങ്ങൾ, ഏതൊക്കെ സൈഡ് റോഡ് വരുന്നുണ്ട്. പരമാവധി റോഡുകൾ വരുന്നതാണെങ്കിൽ നമുക്കത് കൂടുതൽ സ്ഥലം ഓഫ്സെറ്റ് വേണ്ടി വരും. അപ്പോൾ കൂടുതൽ ഏരിയ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. രണ്ട് സൈഡിൽ റോഡ് വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് സൈഡിൽ നിന്നും റോഡിൽ നിന്ന് വിടേണ്ട വെബ്സൈറ്റുകൾ കൂടുതലായിട്ട് വിടേണ്ടി വരും. അപ്പോൾ നമുക്ക് പണിയാൻ ഉദ്ദേശിക്കുന്ന ഏരിയ കുറയാൻ സാധ്യതയുണ്ട്. നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റ് ആണോ അല്ലെങ്കിൽ എത്ര ഏരിയയുള്ള വീടാണോ നമുക്ക് വേണ്ടതെന്നുള്ള കാര്യം ആദ്യമേ ഫിക്സ് ചെയ്തിട്ട് വേണം പ്ലോട്ട് സെലക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഏരിയ പ്ലോട്ടിൽ കൊണ്ടില്ലെങ്കിൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ കുറച്ചധികം കാര്യങ്ങൾ കൂടെ കൺസിഡർ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇത് ശരിക്കും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ ഹെൽപ്പ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതായിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സഹായം ആവശ്യമാണെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.